നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഐൽസിൻ്റെ ബാൻഡുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഐൽസ് എഴുതി എനിക്ക് 6+ ബാൻഡ് സ്കോർ കിട്ടി, 6.5 കിട്ടി, 6 കിട്ടി, എനിക്ക് 5.5 കിട്ടിയുള്ളൂ, എനിക്ക് 4 കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 7.5 ഉണ്ട്, 8 കിട്ടി, എനിക്ക് 9 കിട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 10 കിട്ടിയെന്നൊന്നും കേട്ടിട്ടില്ല. കാരണം 1 മുതൽ 9 വരെയാണ് നമ്മുടെ ബാൻഡ് സ്കോർ വരുന്നത്. അപ്പോൾ ബാൻഡ് സ്കോറിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഐൽസിൽ 4 കാര്യങ്ങളാണ്, 4 മൊഡ്യൂൾസാണുള്ളത്. ലിസണിംഗ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്കെഡ്യൂളിൽ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസണിംഗ് ആണ്, പിന്നെ റീഡിംഗ്, പിന്നെ റൈറ്റിംഗ്. സ്പീക്കിംഗ് എന്ന് പറയുന്നത് വേറൊരു ദിവസമായിരിക്കും കണ്ടക്ട് ചെയ്യുക. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അഗ്രിഗേറ്റ് എടുക്കും. അതായത് ലിസണിങ്ങിൽ എത്ര സ്കോർ കിട്ടി, റീഡിങ്ങിൽ എത്ര കിട്ടി, റൈറ്റിങ്ങിൽ എത്ര കിട്ടി, സ്പീക്കിങ്ങിൽ എത്ര കിട്ടി, അങ്ങനെ എല്ലാം കൂടി നോക്കിയതിന് ശേഷം, ഒന്ന് ക്ലബ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അഗ്രിഗേറ്റ് ബാൻഡ് സ്കോർ അല്ലെങ്കിൽ ഓവറോൾ ബാൻഡ് സ്കോർ 7 അല്ലെങ്കിൽ 7.5, 8 എന്നൊക്കെ പറയുന്ന ഒരു സ്കോർ കിട്ടുന്നത്. ഇൻഡിവിജ്വലി എല്ലാത്തിനും ഈ പറഞ്ഞ 0 മുതൽ 9 വരെയുള്ള സ്കോറുകളുണ്ട്. എപ്പോഴാണ് 0 കിട്ടുന്നത്? 0 സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് എക്സാമിന് പോകാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതല്ല നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 1.5, 2, 2.5, 3, 3.5 ആ രീതിയിലുള്ള മാർക്കുകളാവും കിട്ടുന്നുണ്ടാവും. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരാൾ, ഒരു മീഡിയം ലെവലിലുള്ള എഴുതാനും വായിക്കാനൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 എബോ ആണ് കിട്ടാൻ സാധ്യത എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഈ ലിസണിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനൊക്കെ ഇൻഡിവിജ്വലി മാർക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് അഗ്രിഗേറ്റ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, 9 ഔട്ട് ഓഫ് 9 നമ്മൾ പറയുന്നത്. 1 മുതൽ 9 വരെയാണ് ബാൻഡ് സ്കോർ വരുന്നത്. 1 ഉണ്ട്, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5, 5.5, 6, 6.5, 7, 7.5, 8, 8.5, 9 വരെ നമുക്ക് മാർക്സ് വരുന്നുണ്ട്, ബാൻഡ് സ്കോർ വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ബാൻഡ് സ്കോർ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, മീഡിയം അല്ല, കുറച്ചൊരു ടോപ്പ് ലെവലുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സ്കോർ എന്ന് പറഞ്ഞ സ്കോർ, അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 778. 778 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥതാണ് ലിസണിങ്ങിന് 8ഉം ബാക്കി വരുന്നതിനെല്ലാം തന്നെ 7 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിന് 778. ഒരു നല്ല സ്കോറാണ്. നമുക്ക് ഹയർ സ്റ്റഡീസിനും അതുപോലെ തന്നെ ബാക്കി വരുന്ന ജോലിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സ്കോർ നല്ല സ്കോറാണ്. എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നത് ഈ ഒരു സ്കോർ അച്ചീവ് ചെയ്യാനാണ്. 778 കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 778 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ആ ഒരു മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു റൂള് മൈൻഡിൽ വയ്ക്കുക. 778 എന്ന് പറയുന്ന ആ ഫോമുല അത് മനസ്സിൽ വയ്ക്കുക. കാരണം നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം നമുക്ക് ഐൽസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്രാക്കിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, 778 മിനിമം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, ലിസണിങ്ങിനാണെങ്കിൽ 40 ചോദ്യങ്ങളാണ് വരുന്നത്, റീഡിങ്ങിനാണെങ്കിൽ 40 ചോദ്യങ്ങളാണ് വരുന്നത്. ഓരോ ഓരോ ഉത്തരത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ലിസണിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും വരുന്നത്. ഓക്കെ, റൈറ്റിംഗ് എന്തായാലും ഡിഫറെൻ്റ് ആണ്, സ്പീക്കിങ്ങും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് സിസ്റ്റം വരുന്നത് നോക്കാം. നമ്മൾ മാർക്ക് 2 രീതിയിലാണ് പറയുക. മാർക്ക് എന്നല്ല പറയുക, പോയിന്റ് എന്നല്ല പറയുക, നമ്മൾ പറയുക അതിൻ്റെ ബാൻഡ് സ്കോർ എന്നാണ് പറയുന്നത്. ഐൽസിൻ്റെ ബാൻഡ് സ്കോറുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 3.5 ഒന്നും ആർക്കും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. എന്താ പറയുക നോക്കിക്കേ, 4, 4.5, 5, 5.5 ഇങ്ങനെ 9 വരെയാണ് ഒരു സ്റ്റുഡൻറ്റിന് എക്സാം രജിസ്റ്റർ ചെയ്തു എല്ലാ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്ന സ്കോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ പറയാറുണ്ട് കോമൺ യൂറോപ്യൻ ഫ്രെയിം വർക്ക് ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന സെഫർ അല്ലെങ്കിൽ CEFR എന്ന് പറയുന്ന ഒരു സ്കോർ കൂടിയുണ്ട്. ആ സ്കോർ എന്ന് പറഞ്ഞാൽ A1, A2 ഒരു സെക്ഷൻസ് ആണ്. A1, A2, B1, B2, C1, C2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലാണ്. അതായത് C2 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 ഒക്കെ ബാൻഡ് സ്കോർ കിട്ടിക്കുന്നത് C2 ലെവലാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ലെവൽസ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, A1 എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങളൊരു ലിസണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ലിസണിങ്ങിൽ ഏകദേശം ഒരു 40 ക്വസ്റ്റൻസ് ഉണ്ട്. അതിൽ കുറച്ച് ആൻസേഴ്സൊക്കെ കറക്റ്റ് ചെയ്തു. നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് 3.5 ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് A1 ലെവലുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇതുപോലെ തന്നെ 4 കിട്ടിയെന്ന് വെച്ചാൽ ലിസണിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീഡിങ് ഏതിലും ആയിക്കോട്ടെ 4 കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സെഫർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇത് എത്രയാണ്, സെഫർ സ്കോറാണ് A2 എന്ന് പറയുന്നത്. ഇനി 4.5 അല്ലെങ്കിൽ 5 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സെഫർ സ്കോർ എന്ന് പറയുന്നത് B1 ലെവലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ,
ഇനി നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് 5.5 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 6.5 ആയിക്കോട്ടെ, നമ്മൾ പറയും B2 ലെവലുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 7 ആണോ 7.5 ആണോ 8 ആണെങ്കിൽ നിങ്ങൾ പറയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾ ഏത് ലെവലാണ്, C1 ലെവലാണെന്ന് പറയും. C2 ലെവലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പാണ്. 8.5 to 9 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെഫർ ബാൻഡ് അനുസരിച്ചിട്ട്, സെഫർ സ്കോർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സെഫർ മാർക്കിംഗ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ പറയും C2 ലെവലാണ്, ഹൈലി നല്ല ടാലൻറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കുഞ്ഞൊരു ബ്രീഫായിട്ടുള്ളൊരു കാര്യം പറയാം. ലിസണിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും അതാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. കാരണം ലിസണിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും മാർക്കിംഗ് സിസ്റ്റം ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. റൈറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസേജ് എഴുതുന്ന ഒരു സംഭവമാണ്. സോ അതിൻ്റെ മാർക്കിംഗ് വരുന്നത് വേറെ രീതിയിലാണ്. ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. ലിസണിങ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മുടെ എക്സാം ചെക്ക് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, നോക്കാം. നമുക്ക് ലിസണിങ്ങിൽ എത്ര ക്വസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു 40 ക്വസ്റ്റൻസ് ആണ് ലിസണിങ്ങിനും വരുന്നത്, റീഡിങ്ങിനും വരുന്നത്. ഓക്കെ, നിങ്ങൾ ഔട്ട് ഓഫ് 40 ക്വസ്റ്റൻസ് നിങ്ങൾ 40 ക്വസ്റ്റനിൽ 11-12 ക്വസ്റ്റൻസ് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. നിങ്ങൾക്ക് 13 മുതൽ 15 വരെ ക്വസ്റ്റൻസ് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് 4.5 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബാൻഡ് സ്കോർ വരുന്നത്. അപ്പോൾ ഏകദേശം നോക്കിയാൽ നമുക്ക്, ഞാൻ പറഞ്ഞു 777 ആണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിസണിങ്ങിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? ഏകദേശം 35 മേലെ മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു 8 എന്ന് പറയുന്ന സ്കോർ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊരു ഐഡിയയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ലിസണിങ്ങിനും റീഡിങ്ങിനും കുഞ്ഞൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. ഓക്കെ, ഈ കൊടുത്തിട്ടുള്ള ലിസണിങ്ങിനാണ്. ലിസണിങ്ങിന് നോക്കിക്കേ, ഒരു 32-34 സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ, അത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും 7.5 ആണെന്ന് പറയും. ഓക്കെ, ഇനി അക്കാഡമിക് റീഡിങ്ങും ജനറൽ റീഡിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, 7.5 റീഡിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 33 മുതൽ 34 കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞ് 32 മുതൽ 34 ആണ്, പക്ഷേ ഇവിടെ പറഞ്ഞത് 33 മുതൽ 34 വരെ. കുഞ്ഞൊരു വാരിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ PDF സെക്ഷനിൽ ഇത് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇമേജസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ജനറലാണെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ലിസണിങ്ങിനും റീഡിങ്ങിനും എത്ര ക്വസ്റ്റൻസ് ഉണ്ട്? 40 ക്വസ്റ്റൻസ് ഉണ്ട്. ഏകദേശം ഒരു 34 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 7.5 ആണ് സ്കോർ എന്ന് പറയാൻ പറ്റും. അത് മനസ്സിലായല്ലോ? ലിസണിങ് റീഡിങ്ങും അങ്ങനെയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, അക്കാഡമിക്കും ഉണ്ട് ജനറലും ഉണ്ട്. ലിസണിങ് രണ്ടിനും സെയിം ആണ്, പക്ഷേ റീഡിങ് അക്കാഡമിക്കിനും ജനറലിനും വ്യത്യാസമുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് വ്യത്യാസം? അക്കാഡമിക് ആണെങ്കിൽ കുറച്ച് ടഫാണ്, ജനറലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അങ്ങനെയാണെങ്കിൽ ജനറലാണല്ലേ നല്ലത്, നമുക്ക് ജനറൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന് തൊട്ട് മുന്നത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സ്റ്റഡി പർപ്പസിനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അക്കാഡമിക് ചെയ്യണം, അതല്ല നിങ്ങൾക്ക് ജോബ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ജനറലാണെന്ന് പറഞ്ഞു. ഇനി ജനറൽ ചെയ്യേണ്ടടുത്ത് അക്കാഡമിക് ചെയ്തു, അക്കാഡമിക് ചെയ്യേണ്ടടുത്ത് ജനറൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വാല്യൂ ഉണ്ടാവില്ല, വാലിഡ് ആയിരിക്കില്ല. നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർപ്പസിന് വാലിഡ് ആയിരിക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അക്കാഡമിക് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ഇത്തിരി ടഫാണ്, പക്ഷേ ജനറൽ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതിൽ കുറച്ച് ഫ്രാക്ഷൻസ് ഓഫ് പാരഗ്രാഫ്സ് ഒക്കെയാണ് തന്നിട്ടുണ്ടാവും, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജനറലാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിക്കേ, നിങ്ങൾ അക്കാഡമിക്കിൽ, ഞാൻ പറയുന്നത് റീഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, റീഡിങ്ങിൽ 33 മുതൽ 34 മാർക്ക്, ഫോർ എക്സാമ്പിൾ 34 മാർക്ക് എനിക്ക് റീഡിങ്ങിൽ കിട്ടിയെന്ന് വിചാരിച്ചു. അക്കാഡമിക്കാണ്, ഞാൻ അക്കാഡമിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അക്കാഡമിക് കമ്പാരിറ്റീവ്ലി ടഫാണ്, ഞാൻ ചെയ്ത് സംഹാവ് എനിക്കൊരു 34 മാർക്ക് കിട്ടി. അപ്പോൾ എൻ്റെ സ്കോർ എത്രയാണെന്ന് അറിയോ? 7.5. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറയണത്, ഓ നീ ജനറലല്ല ചെയ്യുന്നത്, നീ അക്കാഡമിക്കല്ല ചെയ്യുന്നത്, ഞാൻ ജനറൽ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഈസി ആണല്ലോ. അപ്പോൾ അവനത് ചെയ്തു. അവൻ എത്ര കിട്ടി? അവനും ഏകദേശം 34 കിട്ടി. മനസ്സിലായല്ലോ? ഞാൻ അക്കാഡമിക് ചെയ്തിട്ട് ഞാൻ ചെയ്ത് നോക്കി, കറക്റ്റ് ആൻസറൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് 34 എണ്ണം ശരിയായിട്ടുണ്ട്. 40-ൽ 34 ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എത്രയാണ് സ്കോർ വരുന്നത്? 7.5 ആണ്. നോക്കിയപ്പോൾ 7.5. അങ്ങനെ അവൻ ചെയ്തു. അവൻ ജനറൽ ചെയ്തേ, അവൻ ഇതുപോലെ തന്നെ 34 എണ്ണം ശരിയാക്കി. എന്നിട്ട് അവൻ ഈ ബാൻഡ് സ്കോറിൻ്റെ ഷീറ്റ് എടുത്ത് നോക്കിയ സമയത്ത് അവൻ എത്രയാണ് സ്കോർ വരുന്നത്? 7 സ്കോർ വരുന്നത്. മനസ്സിലായോ? എനിക്ക് അക്കാഡമിക് ആണെങ്കിൽ 34 ശരി ഉത്തരമുണ്ടെങ്കിൽ എൻ്റെ ബാൻഡ് സ്കോർ എന്ന് പറയുന്നത് 7.5 ആണ്. അതേസമയം ജനറൽ 34 എണ്ണം ശരിയാക്കിയെങ്കിൽ കൂടി അവന് കിട്ടുന്ന ബാൻഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. എനിക്ക് 7.5 കിട്ടി, അവന് 7 കിട്ടിയത്. മനസ്സിലായല്ലോ? അക്കാഡമിക് ആണ് കമ്പാരിറ്റീവ്ലി ഈസി അല്ല, ടഫാണ്. അക്കാഡമിക് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ടഫാണ്, ജനറൽ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കൊപ്പം എത്തുള്ളൂ. മനസ്സിലായോ? ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. എനിക്കും 6.5 വേണം, അവനും 6.5 വേണം. ഞാൻ ചെയ്യുന്നത് അക്കാഡമിക് ആണ്, അവൻ ചെയ്യുന്നത് ജനറലാണ്.
അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ സ്കോർ ഷീറ്റ് എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് വേണ്ട എത്രയാണ് 6.5 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 27 മുതൽ 29 വരെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്താൽ മതി. 40 എണ്ണത്തിൽ 27 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 6.5 കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അവൻ നോക്കുന്ന സമയത്ത് അവന് 6.5 തന്നെയാണ് വേണ്ടത്. പക്ഷേ അവൻ എത്ര ശരിയാക്കണം? അവന് 6.5 വേണമെന്നുണ്ടെങ്കിൽ 32 മുതൽ 33 ആൻസേഴ്സ് കറക്റ്റ് ചെയ്താലേ അവന് 6.5 കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അക്കാഡമിക് കമ്പാരിറ്റീവ് ടഫ് ആണെങ്കിൽ കൂടിയിട്ട് കുറച്ച് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡ് സ്കോർ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ലിസണിങ്ങിൻ്റെ റീഡിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ. ഓക്കെ, ഇൻട്രൊഡക്ഷനാണ്. ഇതിൻ്റെ ഈ മൊഡ്യൂൾസിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഞാൻ പറയുന്നത് ലിസണിങ്ങും റീഡിങ്ങും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ശരി ഉത്തരങ്ങൾ നമ്മൾ 1 വേർഡ് 2 വേർഡ് മാക്സിമം 3 വേർഡ്സ് ഒക്കെയാണ് എഴുതുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യം, ആരത് ചെക്ക് ചെയ്യുന്നുണ്ടാവുക? ഈ ബാൻഡ് സ്കോറും കാര്യങ്ങളൊക്കെ ആരത് ചെക്ക് ചെയ്യുന്നത് ആരാ? ലിസണിങ്ങിനും റീഡിങ്ങിനും ആണെങ്കിൽ നമ്മുടെ സ്കോർ ഷീറ്റ് ചെക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറൈസറാണ് നമ്മുടെ മാർക്ക് ചെക്കിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി അല്ല, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് വരുന്നതാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എഴുതുമ്പോൾ നല്ല ലെജിബിളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാർക്ക് പോകും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലിസണിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും. കാരണം ഇതൊരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. നിങ്ങളുടെ എല്ലാ മേഖലകളിലുള്ള ഒരു വൈദഗ്ധ്യം അതിൽ കാണണം. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, ഫ്ലുവൻസി, ആക്സെൻറ്റ് ആൻഡ് എവറിത്തിങ് എല്ലാതും നമ്മളിവിടെ നോക്കും. ഓക്കെ, അപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസറാണ് വരുന്നത് എന്ന് പറഞ്ഞു. എല്ലാം കമ്പ്യൂട്ടറൈസർ അല്ല, ലിസണിങ്ങും റീഡിങ്ങും ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെക്കിങ് വരുന്നത്. ബാക്കി വരുന്ന സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാവും? എക്സാമിനർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടാവും. ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ബാൻഡ് സ്കോറിനെ കുറിച്ചിട്ട് കുഞ്ഞൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെ ലിസണിങ് എന്താണ്, റീഡിങ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൊഡ്യൂൾ, എങ്ങനെയൊക്കെ ഇതിനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാതും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.